കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളെന്ന് പഴിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് വരിക. അവിടത്തെ ഗ്രന്ഥാലയങ്ങൾ എത്രയെന്ന് കാണുക, വിദ്യാഭ്യാസ ശതമാനം എണ്ണുക, ജാതി മത സൌഹാർദ്ദത്തിന്റെ ആഴവും വ്യാപ്തിയും അളക്കുക, സഹകരണ പ്രസ്ഥാനത്തിന്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും പ്രചാരം നോക്കുക, അധ്വാനശീലരായ മനുഷ്യരുടെ രാഷ്ട്രീയ ബോധം നോക്കുക. പ്രബുദ്ധതയുടെ ഏതളവുകൾ വെച്ച് നോക്കിയാലും കണ്ണൂർ വളരെ മുന്നിലാണ്. എന്നാൽ ഈ ഗ്രാമങ്ങൾ ചെങ്കൊടി പിടിക്കുന്നതാണ് കുറ്റമെങ്കിൽ അത് നവോത്ഥാനകാലം തൊട്ടുള്ള ഒരു സംസ്കാരത്തിന്റെയും രാഷ്ട്രീയ ആർജവത്തിന്റെയും തുടർച്ചയാണ്. കണ്ണൂരിന്റെ ആത്മവീര്യമാണ് ആ ഗ്രാമങ്ങൾ. ചുവപ്പിന്റെ രാഷ്ട്രീയം വിരിമാറിൽ അണിയുന്ന ഗ്രാമങ്ങൾ തന്നെയാണ് കൃഷിയുടെ പച്ചയെയും ഉയർത്തിപ്പിടിക്കുന്നത്. തരിശു നിലങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിയോഗ്യമാക്കപ്പെട്ടത് കണ്ണൂരിലെ ഗ്രാമങ്ങളിലാണ്. ഭാവിയുടെയും മനുഷ്യന്റെയും നിലനിൽപ്പിന്റെ വേറൊരു രാഷ്ട്രീയമാണത്. ജീവിതത്തിന്റെ ഊടും പാവും ഭദ്രമാക്കി കൈത്തറിയുടെ കണ്ണൂർ പെരുമ കടൽ കടന്നപ്പോഴും സാമ്പത്തിക സ്വാശ്രയത്വത്തിന്റെ സമാനതകളില്ലാത്ത വളർച്ചയിലേക്ക് സഹകരണ പ്രസ്ഥാനങ്ങൾ പടർന്നപ്പോഴും പിന്നിൽ ഊർജമായി നിന്നത് ഒരേ ഒരു സംഘടിത ശക്തിയാണ്. അതിനെ വെട്ടിക്കേറാൻ വന്നവർക്ക് ചരിത്രം പല ആവർത്തി മറുപടി നൽകിയത് വലിയ ഒച്ചയില്ലാതെ വലിയ ജീവിത സമരങ്ങളിലേക്ക് വ്യാപൃതമായിക്കൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സേവനം എവിടെയെല്ലാം ആവശ്യമുണ്ടോ അവിടെയെല്ലാം ആ സേവനം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയായതുകൊണ്ടാണ് CPM-ന്റെ പിന്നാലെ ജനങ്ങൾ നല്ല രീതിയിൽ അണിനിരക്കുന്നത്. അവര് CPM-നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി, തങ്ങളുടെ ജീവന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പാർട്ടി അനുഭാവികളും ജനങ്ങളും നോക്കിക്കാണുന്നത്. അതിൽ വലതുപക്ഷ രാഷ്ട്രീയക്കാരുള്ള അവരുടെ അസൂയയുമാണ് യഥാർത്ഥത്തിൽ ഈ പ്രചരണത്തിന്റെ പിന്നിലുള്ളത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഈ കേസ് കോടതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ, ഇതിന് എവനെങ്കിലും സാക്ഷി പറയാൻ കോടതിയിൽ എത്തുകയാണെങ്കിൽ അവൻ ജീവനോടെ തിരിച്ചു പോരുകയില്ല. അതിന് കാരണം യാതൊരു സംശയമില്ല. കൊല്ലുമെന്ന് പറഞ്ഞിട്ട് തന്നെ കൊല്ലുകയാണ്. ആർക്കും കൊല്ലിനും കൊലയ്ക്കും അധികാരം നൽകുന്ന ഭരണമായതുകൊണ്ട് നേതാക്കളും പോലീസുകാരുമെല്ലാം ഒരുപോലെ അഴിഞ്ഞാടുകയാണ്. ഫസൽ, ഷുക്കൂർ, TP ചന്ദ്രശേഖരൻ വധം കമ്മ്യൂണിസ്റ്റ് വേട്ടയ്ക്ക് കാരണമാവുകയാണ്. അടിയന്തരാവസ്ഥക്കാലത്തെ കരാള നീതിയുടെ രണ്ടാം പതിപ്പ്. നേതാക്കന്മാർക്കെതിരെ കൃത്രിമ മൊഴിയുണ്ടാക്കുക, എന്നിട്ട് മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ മാധ്യമങ്ങൾ കഥയുണ്ടാക്കുന്ന വഴികളിലൂടെ പോയി പോലീസിന്റെ പൊറാട്ടുകളി. കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അസംബന്ധ നാടകമാണിത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ചരിത്ര വർത്തമാനങ്ങളെ ഒറ്റയടിക്കില്ലായ്മ ചെയ്യാനാണ് നീക്കം. CPIM കൊലപാതകികളുടെയും ഗുണ്ടകളുടെയും പ്രസ്ഥാനമാണെന്ന മാധ്യമ പ്രചരണത്തിലൂടെ യഥാർത്ഥ ക്രിമിനലുകളെ വെള്ളപൂശുകയാണ്. MM മണിക്കെതിരെ 1-ാം പേജ് ഒഴിച്ചിട്ടവർ K. സുധാകരന്റെ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള പ്രശാന്ത് ബാബുവിന്റെ വെളിപ്പെടുത്തൽ 5-ാം പേജിൽ ഒളിപ്പിച്ചുവെച്ചു. ബാക്കി പേജുകൾ ചന്ദ്രശേഖരൻ വധക്കേസിന്റെ ഇല്ലാ കഥകൾക്കും നൽകി. കസ്റ്റഡിയിലായവർ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ പത്രങ്ങൾക്കും ചാനലുകൾക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോർത്തിക്കൊടുത്തതിന്റെ തെളിവുകൾ ദേശാഭിമാനിയാണ് പുറത്തുകൊണ്ടുവന്നത്. എന്നാൽ ശിക്ഷാർഹമായ കുറ്റം ചെയ്തവർക്കെതിരെയല്ല, പുറത്തുകൊണ്ടുവന്ന ദേശാഭിമാനിക്കെതിരെയായി നടപടി.
കൊലപാതകം കൊലപാതകം തന്നെയാണ്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. CPIM നിലപാട് പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും ജനങ്ങളെ മുഴുവൻ പൊറുതിമുട്ടിക്കുന്ന പൊതുവാർത്തകളെല്ലാം തമസ്കരിച്ച് ഒരു വധവാർത്ത തന്നെ ആഘോഷിക്കുകയാണ്. എത്ര കാലം ഒരു വധവാർത്തയെ തന്നെ ഒന്നാം പേജിൽ കൊണ്ടാടാമെന്നതിന് മാധ്യമ ധാർമ്മികതയാണ് ഉത്തരം നൽകേണ്ടത്. മറ്റൊന്നുമല്ല, കണ്ണൂരാണ് ലക്ഷ്യം. കണ്ണൂർ കൊടി പറത്തുന്ന പാർട്ടിയും നേതാക്കളുമാണ് ലക്ഷ്യം. പക്ഷേ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്: ഇടിമിന്നലിന്റെ സന്തതികളോട് തീപ്പട്ടി ഉരച്ച് കളിക്കരുതെന്ന്. CPIM-ന്റെ ഏതെങ്കിലും നേതാവിനെയോ ഏതെങ്കിലും നേതാക്കളെയോ ഇതുപോലൊരു കേസിൽ കളവായിപ്പെടുത്തി ഈ പാർട്ടിയെ തകർത്ത് കളയാമെന്ന ധാരണയുണ്ടോ UDF-ന്? അപ്പോഴാണ് ഈ പാർട്ടി ഒരു തീപ്പന്തമായി മാറുക. സൂക്ഷിച്ചോളണം. ഒരു സംശയവും വേണ്ട. തെറ്റായ വഴിക്കാണ് നീങ്ങാൻ പുറപ്പെടുന്നെങ്കിൽ അതിനെല്ലാം നേരിടാനുള്ള എല്ലാ ശേഷിയും കേരളത്തിലെ CPIM-നുണ്ട്. ചരിത്രം ആവർത്തിച്ചു പറയുകയാണ്, കണ്ണൂർ ഒരു സാധാരണ ദേശമല്ലെന്ന്. ഏതാക്രമണങ്ങളെയും അതിജീവിക്കാനുള്ള അസാധാരണമായ ആത്മബലം ഈ നാടിന് സിദ്ധമാണ്. കമ്മ്യൂണിസ്റ്റ് മാനവികതയുടെ മഹത്തായ കർമ്മഭൂമിയായി കൊടി ഉയർത്തുന്ന കണ്ണൂർ എന്നും കണ്ണ് തുറന്നു തന്നെയാണ്. ഓർമ്മകൾ വേണം, ഓർമ്മകൾ വേണം, ഓർമ്മകൾ വേണം. രുചിത വിലാപതടങ്ങളിൽ ഒഴുകിയ രുധിരമതോർക്കേണം. ഓർമ്മകൾ വേണം, രുചിത വിലാപതടങ്ങളിൽ ഒഴുകിയ രുധിരമതോർക്കേണം. ഓർമ്മകൾ വേണം, ഓർമ്മകൾ വേണം. ഇരുമ്പുരുക്കുകളോടെതിരിട്ടൊരു മനുഷ്യപേശികളോർക്കേണം. ചരിത്ര ഗംഗാനദി ഗതിമാറ്റിയ ഭഗീരഥ സ്മൃതി വിടരേണം. സ്വപ്നം വേണം, സ്വപ്നം വേണം, അതിനൊരു കൊടി വേണം. സ്വപ്നം വേണം, സ്വപ്നം വേണം.